ചില മനുഷ്യരുടെ വിയോഗം നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. കാരണം അവർ നമ്മളിൽ ഒരാളായി മാറിയിട്ടുണ്ടാകാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വ്യക്തിയെക്കുറിച്ചാണ്. ഫ്രാങ്ക് കാപ്രിയോ. അമേരിക്കയിലെ റോഡ് ഐലൻഡ് പ്രൊവിൻസിൽ മുനിസിപ്പൽ കോടതിയിലെ മുൻ ചീഫ് ജഡ്ജായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അനുകമ്പയും ദയയും നിറഞ്ഞ കോടതി നിലപാടുകൾ ലോകമെമ്പാടും ആരാധകരെ നേടിയെടുത്തു. നിർഭാഗ്യവശാൽ 2025 ഓഗസ്റ്റ് 21 88-ാം വയസ്സിൽ പാൻക്രിയാറ്റിക് ക്യാൻസറിനോട് പോരാടി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. കുറച്ചു കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലേക്ക് നമുക്ക് നോക്കാം. ഫ്രാങ്ക് കാപ്രിയോ 1936 നവംബർ 23-നാണ് ജനിച്ചത്. അമേരിക്കയിലെ റോഡ് ഐലൻഡ് പ്രൊവിൻസിൽ ഒരു ഇറ്റാലിയൻ കുടിയേറ്റക്കാരനായ ആൻ്റോണിയോ കാപ്രിയോ ഫിലോമിന കാപ്രിയോയുടെ മക്കളിൽ രണ്ടാമനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനാകെ 7 സഹോദരങ്ങളുണ്ടായിരുന്നു. 6 സഹോദരങ്ങളും ഒരു സഹോദരിയും. കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം കഷ്ടപ്പാടുകളെ അഭിമുഖീകരിച്ചു. അച്ഛൻ ആൻ്റോണിയോ ഒരു ഫ്രൂട്ട് വെണ്ടറായിരുന്നു. അമ്മ ഫിലോമിന ഒരു ഹോം മേക്കറായിരുന്നു. ഈ പശ്ചാത്തലം അദ്ദേഹത്തിന് മനുഷ്യരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം സെൻട്രൽ ഹൈസ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി. തുടർന്ന് പ്രൊവിഡൻസ് കോളേജിൽ നിന്ന് BA ബിരുദം നേടി. നിയമപഠനത്തിനായി അദ്ദേഹം സഫോക്ക് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലോയിലേക്ക് ചേർന്നു. അവിടെ നിന്ന് ബിരുദം കരസ്ഥമാക്കി. ഈ വിദ്യാഭ്യാസം അദ്ദേഹത്തെ ഒരു മികച്ച നിയമജ്ഞനാക്കി മാറ്റി. 1985 ഫ്രാങ്ക് കാപ്രിയോ പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയിലെ ജഡ്ജായി നിയമിതനായി. പിന്നീട് ചീഫ് ജഡ്ജായി. അദ്ദേഹത്തിൻ്റെ കോടതി നടപടികൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പ്രതികളോട് കർശനമായി പെരുമാറുന്നതിനു പകരം അദ്ദേഹം അവരുടെ ജീവിതകഥകൾ കേൾക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്തു. ഉദാഹരണത്തിന്, പാർക്കിംഗ് ടിക്കറ്റ് പിഴ അടക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയോട് അദ്ദേഹം പറഞ്ഞു, "നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ പണമുണ്ടാക്കാൻ ശ്രമിക്കൂ. ഞാൻ ഈ പിഴ ക്യാൻസൽ ചെയ്യാം." ഇത്തരം അനുകമ്പ നിറഞ്ഞ തീരുമാനങ്ങൾ അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും നല്ല ജഡ്ജി എന്ന് വെളിപ്പെടുത്തി. 2017 അദ്ദേഹത്തിൻ്റെ കോടതി നടപടികളുടെ വീഡിയോകൾ ഓൺലൈനിൽ വൈറലായി. കോർട്ട് ഇൻ പ്രൊവിഡൻസ് എന്ന ടെലിവിഷൻ ഷോയിലൂടെ ലോകമെമ്പാടുമുള്ള ആളുകൾ അദ്ദേഹത്തെ അറിഞ്ഞു. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ദശലക്ഷക്കണക്കിന് വ്യൂസ് നേടി. അദ്ദേഹത്തിൻ്റെ ഈ സമീപനം നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാട് മാറ്റി. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം നോക്കാം. ഫ്രാങ്ക് കാപ്രിയോ ജോയ്സ് ഇ കാപ്രിയോയെ വിവാഹം കഴിച്ചു. അവർ 60 വർഷത്തിലകം ഒരുമിച്ച് ജീവിച്ചു. അവർക്ക് 5 മക്കളുണ്ട്. ഫ്രാങ്ക് ടി കാപ്രിയോ, ഡേവിഡ് കാപ്രിയോ, മരീസ കാപ്രിയോ, ജോൺ കാപ്രിയോ, പോൾ കാപ്രിയോ. ഫ്രാങ്ക് ടി ഒരു അഭിഭാഷകനും ബാങ്കറും രാഷ്ട്രീയക്കാരനുമാണ്. ഡേവിഡ് നിയമരംഗത്ത് പ്രവർത്തിക്കുന്നു. മറ്റു മക്കൾ കൂടുതൽ സ്വകാര്യ ജീവിതം നയിക്കുന്നു. അദ്ദേഹത്തിന് 7 പേരക്കുട്ടികളുണ്ട്. കുടുംബം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അദ്ദേഹം എപ്പോഴും കുടുംബത്തെക്കുറിച്ച് സ്നേഹപൂർവ്വം സംസാരിക്കാറുണ്ടായിരുന്നു. ഫ്രാങ്ക് കാപ്രിയോയുടെ ജീവിതം നമുക്കെല്ലാം ഒരു പ്രചോദനമാണ്. നിയമത്തിൻ്റെ കർശനതകൾക്കിടയിലും മനുഷ്യത്വം നിലനിർത്താൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ.